വീണ്ടും ഒരു അവസരം കൂടി നൽകുമെന്നുള്ള ഉത്തമമായ വിശ്വാസമുണ്ട്. നേതൃത്വവുമായിട്ട് ഞാൻ നിരന്തരം ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് സിറ്റിംഗ് MLA-മാർക്ക് 20 പേർക്കും സീറ്റ് കൊടുത്തപ്പോൾ എനിക്ക് ഉറപ്പായും സീറ്റുണ്ട്, അതിലെ കാര്യങ്ങൾ ചെയ്തുകൊള്ളൂ, എനിക്ക് ജയിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന കോൺഗ്രസ് പാർട്ടി ഒരിക്കലും എന്നെ തടയാനുള്ള ഒരു സാഹചര്യവും ഞാൻ കാണുന്നില്ല. അത് ഞാൻ ജനങ്ങളുടെ മുൻപിൽ ഒരു തുറന്ന പുസ്തകമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ ഉത്തമമായ വലിയ വിശ്വാസമുണ്ട്. ഇല്ലില്ല, എനിക്ക് സ്ഥാനത്തേക്കാൾ വലുത് മാനാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് ഏറ്റവും വലുത് എൻ്റെ നിലവിലുള്ള സിറ്റിംഗ് സീറ്റ് എന്നെ ഒഴിവാക്കരുതെന്നാണ്. വിശുദ്ധ ബൈബിളിലൊരു വചനമുണ്ട്, ഞാൻ പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം ഇനി കാത്തിരിക്കുകയാണ്. അല്ല, ആ തീരുമാനത്തിലേക്ക് ഒന്നും പോയിട്ടില്ല. എനിക്കിപ്പോൾ എൻ്റെ തീരുമാനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി എനിക്ക് സീറ്റ് നൽകണം. വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഇനി, പക്ഷെ വലിയ ലീഡിൽ ഞാൻ ജയിക്കും. പെരുമ്പാവൂരിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലീഡിൽ എനിക്ക് ജയിക്കാൻ പറ്റും, എൻ്റെ പ്രസ്ഥാനം എന്നെ കൈവിടാതിരുന്ന. അതൊന്നും എനിക്കറിയില്ല, അതൊക്കെ പ്രവർത്തകർ കൂടുകയും പറയുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്തോ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യവും ഒരേ ഒരു ആവശ്യവും ഏറ്റവും ചെറിയ ആവശ്യവും ഞാൻ നിലവിലുള്ള എൻ്റെ സിറ്റിംഗ് സീറ്റിൽ ഒരവസരം കൂടി എനിക്ക് പാർട്ടി നൽകണമെന്നുള്ള അപേക്ഷയാണ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ മുൻപിലുള്ളത്. ആ അപേക്ഷയാണ് എനിക്ക് ബൂത്ത് പ്രസിഡന്റുമാരുടെ മുൻപിലുള്ളത്. ആ അപേക്ഷയാണ് എൻ്റെ മണ്ഡലത്തിലെ വാർഡ് പ്രസിഡന്റുമാരുടെ മുന്നിലുള്ളത്. ആ അപേക്ഷയാണ് എനിക്ക് മണ്ഡലം ഭാരവാഹികളുടെയും ബ്ലോക്ക് പ്രസിഡന്റുമാരുടെയും മുൻപിലുള്ളത്. ആ അപേക്ഷയാണ് ഇവിടുത്തെ ജില്ലാ ഭാരവാഹികളുടെയും കാരണവന്മാരുടെയും മുൻപിലുള്ളത്. അതുകൊണ്ട് തീർച്ചയായും എൻ്റെ അപേക്ഷ പരിഗണിച്ച് എനിക്ക് സീറ്റ് നൽകി കോൺഗ്രസിന് ഈ സീറ്റ് നഷ്ടപ്പെടാതെ കോൺഗ്രസ് നേതൃത്വം അതിനുവേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ദില്ലിയിൽ ഒരുപാട് തവണ ഞാൻ പോയിട്ടുണ്ട്. ഈ പ്രശ്നമുണ്ടായതിനു ശേഷം 2 തവണ പോയപ്പോഴും ആ പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്താൻ ഞാൻ പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അവർക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ വളരെ സന്തോഷപൂർവ്വമാണ് 2 യാത്രകളും തിരിച്ചു വന്നത്. നിങ്ങൾ എൻ്റെ മുഖം കണ്ടിട്ടാണല്ലോ, ഏറ്റവും ചിരിച്ച് സന്തോഷിച്ചാണ് ഞാൻ വന്നത്. കാരണം അവർ നൽകിയ ആത്മവിശ്വാസം, എൻ്റെ നേതാക്കന്മാരിൽ എനിക്ക് വിശ്വാസമുണ്ട്. ബഹുമാനായ ശ്രീ KC വേണുഗോപാൽ, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി, വളരെ വാത്സല്യത്തോടുകൂടി എന്നോട് വളരെയധികം സമയം തിരക്കുണ്ടായിട്ട് ഇരുന്ന് സംസാരിക്കുകയും എന്നെ അനുഗ്രഹിച്ചാണ് അദ്ദേഹം അവിടുന്ന് വിട്ടത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ എന്നെ സ്നേഹിക്കുകയും എനിക്ക് ആ സീറ്റ് നൽകാൻ വേണ്ടി പരിശ്രമിക്കുകയും വാദിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല, അദ്ദേഹം മുഴുവൻ സമയം കൂടെ നിന്ന് ആ സീറ്റ് കിട്ടിയാൽ ഞാൻ ജയിക്കുമെന്ന് നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ശ്രീ KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫും എൻ്റെ കാര്യങ്ങൾ കേൾക്കുകയും എന്നെ അറിയുകയും ചെയ്യുന്ന ഒരാളാണ്. ആരാണ് തടസ്സമെന്ന് എനിക്കറിയില്ല. ആ തടസ്സം ഇന്നോടുകൂടി മാറും. എനിക്ക് മത്സരിക്കാനുള്ളൊരു അവസരം സംജാതമാകുമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കോൺഗ്രസിൽ നിന്ന് തന്നെ ചിലർ തടയുന്നു എന്നാണ് ആക്ഷേപം. എനിക്ക് അങ്ങനെ ഒരു ആക്ഷേപവും ഇല്ല. സമാന ആരോപണം നേരിടുന്ന ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.